ടെസ്റ്റുകളിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. പലപ്പോഴും എൻഡോസ്കോപ്പി ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി പല സംശയങ്ങളും രോഗികളിലും ഡോക്ടർമാരും ഇടയിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിരന്തരമായ രോഗലക്ഷണങ്ങൾ, അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിൽ രക്തത്തിൻ്റെ അളവ് കാണാം, കറുത്ത നിറത്തിൽ പോവുക, സ്ഥിരമായി ഛർദി, ഗ്യാസിൻ്റെ പ്രോബ്ലം വളരെ കാലമായി അലട്ടുന്നവർ എന്നിങ്ങനെയുള്ള എല്ലാവരും എൻഡോസ്കോപ്പി ടെസ്റ്റിന് വിധേയരായി ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു ബയോപ്സി ടെസ്റ്റിലൂടെ അത് കൺഫർമേഷൻ നടത്തുന്നത് വളരെ നന്നായിരിക്കും. പിന്നീട് ഉള്ള ക്യാൻസറുകൾ ലങ് ക്യാൻസറാണ് ഏറ്റവും അധികം വരുന്ന ഒരു ക്യാൻസർ. സ്മോക്കിംഗ് നിർത്തുന്നതിലൂടെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് ലങ് ക്യാൻസർ. ക്യാൻസർ തടയാൻ എന്തെങ്കിലും ഒരു ഒറ്റമൂലി ഉണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉത്തരം നിങ്ങൾ പുകവലി നിർത്തും എന്ന് മാത്രമേ. പുകവലിക്കുന്ന ആളാണെങ്കിൽ പുകവലിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് പുകവലിക്കുന്ന ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് അധികം സമ്പർക്കം ഉണ്ടാക്കുന്നത്. പുകവലിയുള്ള 400ഓളം പദാർത്ഥങ്ങളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈയിടെയായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് യുവജനങ്ങളുടെ ഇടയിൽ സെൻസി പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ ആൾക്കാർ പുകവലിയെ വിട്ട് കളഞ്ഞിരിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവരൊരു വേറൊരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ട്. അവർ ഈ പാൻ ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടിട്ടുള്ളത് ബസ് ഡ്രൈവർമാർ, അങ്ങനെയുള്ള പല പല ആൾക്കാരും, ഈ തൊഴിലെടുക്കുന്ന ആൾക്കാർ പാൻ വായിൽ വെച്ചുകൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. അത് നമ്മുടെ വായിലെ ക്യാൻസർ വീണ്ടും, വായിലെ ക്യാൻസറിന്റെ അളവ് കേരളത്തിൽ വളരെ ഗണ്യമായി കുറഞ്ഞിരുന്നു, വളരെ വളരെ താഴ്ന്നിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുമ്പോൾ കേരളത്തിൽ ഇല്ലാന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പാൻ ഉൽപ്പന്നങ്ങളുടെ അനിയന്ത്രണീയമായ ഉപയോഗം കൊണ്ട് അത് കൂടി. ഭാഗ്യവശാൽ 2-3 മാസങ്ങൾക്ക് അപ്പുറത്ത് ഗവൺമെന്റ് അത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മാർക്കറ്റിൽ വളരെയധികം വ്യാജന്മാർ അവൈലബിൾ ആണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള കുടുംബയോഗങ്ങളോ ചർച്ച പോലുള്ള സാമൂഹികമായ ഇടപെടലുകൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ ചെറിയ പ്രായത്തിലെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഏറ്റവും ചെറിയ പ്രായത്തിലാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധം നമ്മുടെ അവബോധ മനസ്സിൽ പതിയുന്നത്. ആ സമയത്ത് തന്നെ അതിനെപ്പറ്റിയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ വീഡിയോസോ, ഇത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്യാമ്പയിനോ ഒക്കെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ ക്യാമ്പിൽ ക്യാൻസർ അവയർനെസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ബോധവൽക്കരണം ക്ലാസ് ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ, അതായത് ബോധവൽക്കരണം മാത്രമല്ല, വേറെ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള